പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഹൈഡ് സ്കൂളിലെ ആനുവൽ ഡേയുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഹയ റെഡിയായിട്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ബിന്ദു ടീച്ചർ അങ്ങനെ ഈ കൈ പിടിച്ച് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്ന അതാണ് കാണിക്കുന്നത്. ഇവരുടെ ടീമിലൊരു 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ സെയിം ഡ്രസ്സിൽ. അങ്ങനെ അവരെ 7 പേരെയും ഒരേപോലെ ഒരുക്കി അങ്ങനെ കുറച്ച് സമയം അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവർ ഓടിയൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചെങ്കിലും എല്ലാവരും ചാടി മറിഞ്ഞൊക്കെ ഓരോരുത്തർ അവിടെ എത്തുമ്പോൾ പോവും. എല്ലാം തല കെട്ടിയിരുന്നതെല്ലാം പല വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ലൈഡൊക്കെ ഞങ്ങൾ കയ്യിൽ കൊണ്ടാണ് പോയിരുന്നത് കേട്ടോ. അതെല്ലാം ഓരോരുത്തർക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹയയുടെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹയയുടെ മുഖം തന്നെ അങ്ങ് മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഹയെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഹയയുടെ ആ ഒരു ലുക്കേ മാറി. ഹയെ മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ എടുത്താൽ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഹയ എന്നെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവിടെ ഇങ്ങനെ എപ്പോൾ സ്റ്റേജിൽ കയറാം, ടെൻഷനൊന്നുമല്ല, പക്ഷേ സ്റ്റേജിൽ കയറാനുള്ള ആ ഒരു വ്യഗ്രതയിൽ നോക്കിക്കൊണ്ട് എപ്പോൾ കയറാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സ്റ്റേജിൽ കയറുന്നത് വരെയും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി ആരോ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഇങ്ങനെ നിന്ന് അവിടെ സ്റ്റേജിൻ്റെ കുറേ അമ്മമാർ നമ്മൾ അവിടെ ചെന്ന് സ്റ്റേജിൽ ഇപ്പോൾ എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നതെന്നൊക്കെ കാണാൻ ഇതുവഴിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നതിൻ്റെ കാരണം ഞാൻ അടുത്തുനിന്ന് മാറിയാലും കരച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് നോക്കിയിട്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് വലിയാണ് ചെയ്തത്. ഇനി നിങ്ങൾ അവളുടെ പ്രോഗ്രാം കണ്ടിട്ട് വന്നു കേട്ടോ.
സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ എനിക്കിത് കണ്ട് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അത്രയും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കലും പഠിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇതുപോലെ ഒന്നും അച്ചടക്കത്തോടെ വന്ന് നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ടീച്ചേഴ്സ് നല്ല എഫേർട്ടിട്ട് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ടീച്ചേഴ്സിനൊരു താങ്ക് യു ഫോർ വാച്ചിങ്.